വിദേശത്ത് ജോലി ആഗ്രഹിച്ച് ചതിക്കുഴിയിൽപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്ന് പ്രവാസി കമ്മീഷൻ. കമ്പനിയുടെ വിവരങ്ങളോ രജിസ്ട്രേഷനോ അന്വേഷിക്കാതെയാണ് പലരും തട്ടിപ്പിൽപ്പെടുന്നത്. അംഗീകാരമില്ലാത്ത ഏജൻസികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവത്കരണം നൽകേണ്ടതുണ്ട് എന്നും കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. വിദേശത്ത് ജോലി നൽകാമെന്ന പരസ്യങ്ങളിൽ വഞ്ചിതരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പത്രപരസ്യത്തിലെ വാഗ്ദാനത്തിൽ കുടുങ്ങി അപേക്ഷ നൽകിയ പെൺകുട്ടിക്കും കുടുംബത്തിനും 350 ദിർഹമാണ് നഷ്ടമായതെന്നും പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. നമ്മൾ ഇന്ന് രാവിലെ എടുത്തൊരു കേസിലെ ഒരു പെൺകുട്ടി 2 പേര് മാത്രം അറിയാം, അജിത, ജിഷ. അവർ മലയാളികളാണെന്നറിയാമെന്നല്ലാതെ അവരുടെ യാതൊരു ഡീറ്റെയിൽസും അറിയില്ല. അവരുടെ ഓപ്പറേഷൻസ് മുഴുവനും വിദേശത്താണ്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു നടപടിയെടുക്കാനോ അവർക്കെതിരെ ഒരു നോട്ടീസ് അയക്കാൻ പോലും ഉള്ള സാഹചര്യമില്ല. എല്ലാവരും പോകുമ്പോൾ നമ്മളും പോകുന്ന 10-15 പേരോളം അവർ ഇതുപോലെ ചതിക്കപ്പെട്ടവരുണ്ട്. അവരിപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതല്ലാതെ ഒരു പടി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. കമ്പനിയുടെ വിവരങ്ങളോ രജിസ്ട്രേഷനോ ഗവൺമെന്റ് അംഗീകരിച്ച രേഖകളോ പരിശോധിക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരിൽ ഭൂരിഭാഗവും വഞ്ചിതരാവുകയാണ്. അംഗീകാരമില്ലാത്ത ഏജൻസികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. ഇന്നലെ നടന്ന പ്രവാസി കമ്മീഷൻ അദാലത്തിൽ 49 കേസുകളാണ് പരിഗണിച്ചത്. 5 കേസുകൾ പരിഹരിച്ചു. മറ്റു കേസുകൾ വിശദമായ അന്വേഷണത്തിനും തുടർ നടപടികൾക്കുമായി മാറ്റിവെച്ചു. 40 പുതിയ പരാതികളും ഇന്ന് ലഭിച്ചു. എല്ലാ മാസത്തെയും 2ാമത്തെ ചൊവ്വാഴ്ച വിവിധ ജില്ലകളിലായി പ്രവാസി കമ്മീഷൻ അദാലത്ത് നടക്കും. അടുത്ത അദാലത്ത് ഒക്ടോബർ 14-ന് കോട്ടയം ജില്ലയിലാണ് നടക്കുക. ന്യൂസ് മലയാളം, കൊച്ചി.